ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ TV സംരംഭത്തിൽ കാണുവാൻ ഇടവരുത്തുന്ന സകലർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പേരിൻ്റെ അകത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കാറ്റുമുണ്ട്. കർത്താവിന് വേണ്ടി ഒരു കൂട്ടത്തെ തയ്യാറാക്കുവാൻ പരിശുദ്ധാത്മാവായിട്ട് തുടങ്ങുന്ന ഒരു നെറ്റ്വർക്കായിരിക്കും ഇത്. അനേക പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്ന, എഴുന്നേറ്റവരെ വീണ്ടും പരിശുദ്ധാത്മാവിൽ ഓടുന്നവരെ കഴുകനെ പോലെ പറക്കുവാൻ തക്ക രീതിയിൽ ശക്തീകരിക്കുന്ന ഒരു വലിയ ആത്മാവിൻ്റെ ചലനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ, കേൾക്കാൻ പോകുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ജയിക്കാൻ പോവുകയാണ്. റാംധന രഗതകടകൽ ഖൈഷപ്രഭാ രഗതകടകൽ കമന. കിടക്കുന്നവരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. പ്രതീക്ഷ അറ്റുകിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കും. എഴുന്നേൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോട് ഓടിക്കുന്നവരെ കഴുകനെ പോലെ പറപ്പിക്കും. കർത്താവിന് വേണ്ടി ഒരുക്കുന്ന രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഈ മെസ്സേജിലൂടെ വ്യാപരിക്കാൻ പോവാം. റാംധന രഗതകടകൽ ശൈഡപ്രഭാ രഗതകടകൽ കമന പ്രഭാ രഗതകടകൽ കമന. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് സകല മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്കായിട്ടാണ്. ആ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. തന്നെ വിശ്വസിക്കുന്നവരെ വീണ്ടും ചേർപ്പാൻ ഈ ഭൂമിയിൽ വീണ്ടും വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ജാതിയെന്നോ മതമെന്നോ ഭേദം കൂടാതെ, വ്യത്യാസം കൂടാതെ യേശുവിനെ സ്വന്തം രക്ഷാവായി കൈക്കൊള്ളുന്നവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരാൻ പോവുകയാണ്. പ്രതീക്ഷ അസ്തമിച്ച സ്ഥാനത്ത്, കുടുംബത്തിൻ്റെ അകത്താണോ, വ്യക്തി ജീവിതങ്ങളിലാണോ, തലമുറയുടെ വിഷയത്തിലാണോ, ഏത് വിഷയത്തിലായിരിക്കോട്ടെ, നീ ഈ ഭൂമിയിൽ പാരപ്പെടുന്ന ഏത് വിഷയത്തിലും എൻ്റെ അരുമനാഥൻ കൈക്ക് പിടിക്കും. അതിനപ്പുറം അവൻ്റെ വരവിൽ നീ എടുക്കപ്പെടും. അവന് വേണ്ടി ഒരുങ്ങാൻ ഒരു വാഞ്ചയുണ്ടോ? ഈ പകൽ മുതൽ, അല്ലേ ഈ രാത്രി മുതൽ നിൻ്റെ ജീവിതം മാറാൻ പോവുകയാണ്. നിൻ്റെ ജീവിതം പൂർണ്ണമായി യേശുവിനെ കൊടുക്ക്. യേശു നിന്നെ മാറ്റും. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് പോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ പുറപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കും. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ജനത്തെ ചേർപ്പാൻ ദൈവം വരാൻ പോവുകയാണ്. ഇതുവരെ യേശുവിനെ വാസ്തവമായി അറിഞ്ഞിട്ടില്ലയോ? കർത്താവേ, എൻ്റെ ജീവിതത്തെ ഇത് സമർപ്പിക്കുന്നത് പറയാൻ നീ തയ്യാറായാൽ മാത്രം മതി നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. കുണ്ട്രയിൽ നിന്ന് യോസഫിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം 13 വർഷത്തെ വാഗ്ദത്തം കേട്ടിട്ടും ഒറ്റ രാത്രി കൊണ്ട് ആ വാഗ്ദത്തം കേട്ടത് അനുഭവമാക്കുന്ന രീതിയിൽ ഒരു മാറ്റമുണ്ടായതുപോലെ, നീണ്ട വർഷങ്ങളായി കേൾക്കുന്ന ദൂതുകൾ നടപ്പാകുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ചില ജീവിതങ്ങളിൽ നടക്കാൻ പോവുക. യോസഫിന് ഒരു രാജാവിനെ പരിചയമില്ല, പക്ഷേ രാജാതിരാജാവിനെ പരിചയമുണ്ടായിരുന്നു. അത് നസറാന യേശുവിനെ അത്രേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പദ്ധതി ഇട്ടെന്നും നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ടെലിവിഷന് മുമ്പാകെ, ഈ നെറ്റിൻ്റെ മുമ്പാകെ നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളുടെ മേലിട്ട വിത്ത് അഥവാ ദൈവത്തിൻ്റെ പദ്ധതി പുറത്തു വരാൻ പോകുക. ആരൊക്കെ അത് തടഞ്ഞു വെച്ചാലും ഒരു ദിവസം പുറത്തു വരുന്നത് പോലെ അത് പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അത് നാളെയല്ല, അത് ഇന്നലകളല്ലായിരുന്നു, അത് ഇന്നത്രേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുമേൽ പരിവർത്തനത്തിൻ്റെ കാറ്റടിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ, രോഗികളായിട്ടുണ്ടെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കുവാൻ, ബന്ധിക്കപ്പെട്ട മണ്ഡലമുണ്ടെങ്കിൽ അവർ സ്വതന്ത്രമാകുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളുടെ മേലും പ്രതീക്ഷ അറ്റുകിടക്കുന്ന ചിലർ ഇതിനെ കേൾക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് ചിറക് മുളച്ച് പറന്നുയരുന്ന പോലൊരു അനുഭവം ഈ ശബ്ദത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ കർണപുടത്തിലൂടെ അവരുടെ ജീവിതത്തിൽ എത്തിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിൻ്റെ അകത്തു ആത്മാവിൻ്റെ ഒരുക്കവും ഒരു തിടുക്കവും അധികമായി വ്യാപരിക്കപ്പെടുവാൻ, പ്രാണപ്രിയന് വേണ്ടി ഒരുങ്ങുവാൻ തക്ക രീതിയിൽ, മറ്റൊന്നിലേക്ക് മനസ്സ് പോകാൻ കഴിയാത്ത രീതിയിൽ ഒരുക്കവും തിടുക്കമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തക്ക രീതിയിൽ ഇതിനെ കണ്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റാപ്ചർ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിംഗ് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, ശൈശവക്കാരെന്നോ ബാല്യക്കാരെന്നോ കൗമാരക്കാരെന്നോ യൗവനക്കാരെന്നോ വാർദ്ധക്യക്കാരെന്നോ വ്യത്യാസം കൂടാതെ പരിശുദ്ധാത്മാവിനെ ചലനമാക്കി ദൈവത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ നേടുവാൻ തക്കവണ്ണം ഈ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിനെ അവിടുന്ന് കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്.